ശരിക്കും നമ്മൾ വണ്ടി എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് ബഡ്ജറ്റ് കുറവാണ്. ഒരു 1,50,000 രൂപ താഴെ ബഡ്ജറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവ് ആവശ്യമുണ്ട്. അതിനുപരി നല്ലൊരു മൈലേജുള്ളൊരു വണ്ടി, അതായത് ഒരു 10 ഇപ്പോൾ ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു 18 കിലോമീറ്റർ അതിന് മുകളിലേക്കോ മൈലേജുള്ളൊരു ഡീസൽ വണ്ടി, നല്ല ഡ്രൈവ് കംഫർട്ടിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒട്ടും ജെർക്കിംഗ് ഒക്കെ ഒട്ടും ഇല്ലാണ്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു ബെറ്റർ ചോയ്സ് വണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വില കുറവായതുകൊണ്ടും ബോഡി വെയ്റ്റ്, എൻജിൻ്റെ ഒരു കപ്പാസിറ്റി, ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴൊരു ഫീല് മാത്രമല്ല നല്ല ഹെവി ആയിട്ടുള്ള സസ്പെൻഷൻ, ഹെവി ആയിട്ടുള്ള ബോഡി, ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സംശയിക്കുക വേണ്ട. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് മഹീന്ദ്ര റെനോൾട്ടിൻ്റെ ലോഗൻ എന്നുള്ള ഈ മോഡൽ. ശരിക്കും വണ്ടിയുടെ ബോഡി വെയ്റ്റ് എത്രത്തോളം ഉണ്ടെന്നറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഉള്ള വേറെ ഏത് വണ്ടിയിലും നമുക്ക് ഈ ഒരു പരിപാടി ചെയ്ത് വെക്കാൻ പറ്റില്ല. വീഴാൻ പോയി. ശരിക്കും ഞാൻ എൻ്റെ ബോഡി വെയ്റ്റ് കണ്ടിട്ടേ ഭയങ്കര ഇതിൻ്റെ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെവി ആട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത്. ശരിക്കും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ 10 ലക്ഷം രൂപ എടുത്ത് മേടിച്ച ബ്രസയുടെ മോഡലോ അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിച്ച BMൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ചളങ്ങും. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ ചളങ്ങൂല. കാരണം ഷാറുഖ് ഖാൻ കൊച്ചിയിൽ വന്നപ്പോൾ ഓടിയുടെ മുകളിൽ ഇതുപോലെ കയറി നിന്നായിരുന്നു. ഞാനിപ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. കറക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പണി പാളും. ശരിക്കും ഇത്രയും ബോഡി വെയിറ്റ് ഉണ്ട് ഈ വണ്ടിക്ക്. ആക്ച്വലി ഇത്രയും ബോഡി വെയിറ്റ് ഈ വണ്ടിക്കുണ്ട്. ഇതിന് 85 കിലോ വെയിറ്റുള്ള എന്നെ താങ്ങാനുള്ള ബോഡി വെയിറ്റ് ഉണ്ട്. ഭയങ്കര സേഫായിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം ഒരു ഇടിയൊന്നും ഇതിനൊന്നുമല്ല. സജോളിയും ചിരിച്ചിരിച്ച് ചത്ത് നാപ്റ്റോളിൻ്റെ പരസ്യം പോലെ ആയല്ലോ അത്. എന്ത് ചെയ്താലും പൊളിയാത്ത വണ്ടി. ശരിക്കും ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ്, ഈ റോഡ് നിന്ന് നോക്കിയാൽ ഞങ്ങൾ ഓഫ് റോഡ് ഓടിച്ച് നോക്കി, ഓൺ റോഡ് ഓടിച്ച് നോക്കി. ശരിക്കും എനിക്ക് മുമ്പ് 2011 വണ്ടി നമ്മൾ എടുത്ത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്രയ്ക്കും ഓടിക്കാൻ പറ്റില്ല. ശരി, ഈ വണ്ടി കിട്ടിയപ്പോൾ ഞാൻ നന്നായിട്ട് ഓടിച്ചു, ഓഫ് റോഡൊക്കെ ഓടിച്ചങ്ങോട്ട് തവിട്ട് പൊടിയാക്കി. പക്ഷേ വണ്ടി ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. അടിപൊളി വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, റെനോൻ്റെ എഞ്ചിനാണ്. റെനോൻ്റെ എഞ്ചിൻ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഗിയറും മാറിയിട്ട് ആ ടർബോയുടെ ഒരു പവറും പെർഫോമൻസും ഉണ്ടല്ലോ, ഭയങ്കര രസം. ഈ വണ്ടീനെ വലിച്ചു പോകും. അത് ഇത്രയും ബോഡി വെയിറ്റുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു കുഴി ആടിയാലോ ഒരു ഹമ്പി ആടിയാലോ ശരിക്കും ഇത് ഡ്രൈവ് ചെയ്യണേക്കാളും സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഇരുന്നിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. കാരണം സീറ്റിങ്ങിൻ്റെ കംഫർട്ട് ഹെവി. കാരണം വെറിറ്റോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഇതിനേക്കാളും ബോഡി വെയിറ്റൊക്കെ കുറച്ചിട്ടുണ്ട് അവർ. ഈ ലോഗൻ എന്ന് പറയുമ്പോൾ വേറൊരു ലെവല് സാധനം, അടിപൊളി. അപ്പോൾ ശരിക്കും ഞാൻ നല്ല എക്സൈറ്റഡ് ആട്ടോ. കാരണം ഇങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എനിക്ക് അതൊരു ഫീൽ ചെയ്തതുകൊണ്ടാണ്. ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴല്ലോ, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഡ്രൈവർ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഡ്രൈവർ കാല് നീട്ടി വെച്ച് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്താലും ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് വെറുതെ സിമ്പിളായിട്ട് അല്ല ലക്ഷറി ആയിട്ട് യാത്ര ചെയ്യാം. ശരിക്കും ഒരു പ്രീമിയം കാർ തന്നെ, പ്രീമിയം കാറിലിരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു കംഫർട്ട്, അതായത് ബോഡി വെയ്റ്റിൻ്റെയും ഇതിൻ്റെ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ 1500 cc ഡീസൽ എഞ്ചിനാണ്, 1500 cc ഡീസൽ എഞ്ചിനാണ്. റെനോൻ്റെ എഞ്ചിനാണ് വരുന്നത്. ഇതേ സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് റെനോൻ്റെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ വണ്ടികളിലും വരുന്ന ഹെവി ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. മൈലേജിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല മക്കളെ. മൈലേജ് 18 കിലോമീറ്ററിന് മുകളിലേക്ക്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ലോ കിലോമീറ്റർ ഓടിയ ഈ മഹീന്ദ്ര റെനോ ഈ ലോഗൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോ. ഇത് നമ്മളിപ്പോൾ 1,25,000 രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ 2009, 2010, 11, 12 മോഡലാകുമ്പോൾ 1,65, 1,70, 2 ലക്ഷം രൂപയുടെ താഴെ എന്തായാലും നിങ്ങൾക്ക് 2011, 10 മോഡൽ വണ്ടി, നല്ല ലോ കിലോമീറ്റർ ഓടിയ വണ്ടി കിട്ടും. ശരിക്കും നല്ല ഹെവിയാണ് വണ്ടി. ടോട്ടൽ
എല്ലാം കൊണ്ട് ഹെവിയാണ്. പിന്നെ ഈ വണ്ടി നിങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വണ്ടി ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടി അല്ലെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ലെവലായിട്ട് നമുക്കത് ആ ഒരു വീഡിയോയിലേക്ക് ഇനി കിടക്കാം. ഇപ്പോൾ ഇതാണ് റെനോൾഡിൻ്റെ DCI 1.5 ലിറ്റർ DCI എഞ്ചിൻ. നമ്മുടെ ഡസ്റ്ററിലൊക്കെ വരുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട, യാതൊരുവിധ കംപ്ലയിൻസും ഇല്ലാണ്ട് കൃത്യമായി ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ അങ്ങനെയുള്ള മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ലക്ഷം കിലോമീറ്റർ ഓടാൻ കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. മാത്രമല്ല ഈ വണ്ടി മിക്കതും നമ്മൾ ടാക്സി ഓടുന്ന ഒരുപാടുണ്ടാവും. ശരിക്കും ഞാൻ ഇങ്ങനെ ഈ വണ്ടി റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ടാക്സി ഓടുന്ന ആൾക്കാരെ 2 പേരെ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെയറിന്, അതായത് റെഗുലർ സർവീസ് സ്പെയറിനൊന്നും വലിയ കോസ്റ്റ് വരുന്നില്ല, പക്ഷേ ചില സ്പെയറുകൾക്ക് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ അത്രയ്ക്കാണ് കോസ്റ്റ്ലി എന്ന് പറയാനില്ല. പക്ഷേ ഈ വണ്ടി തരുന്ന പെർഫോമൻസിനും ഈ വണ്ടി തരുന്ന മൈലേജിനും വെച്ച് നോക്കുമ്പോൾ നമുക്കതൊക്കെ അഫോർഡബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ എഞ്ചിൻ പൂർണ്ണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് ഊരി മാറ്റുക. ഈ ഒരു ക്യാപ്പ് ഊരി മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ക്യാപ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ റെനോയുടെ എഞ്ചിൻ ഫുള്ളായിട്ട് കാണാൻ പറ്റും. മെയിനായിട്ട് ഈ വണ്ടിയിൽ നോക്കാനുള്ളത് ഇതിൻ്റെ ഓയിൽ ലീക്സോ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവൽ ലീക്സോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ബോക്സ് ഫ്രണ്ടിലുള്ള ക്യാപ്പ് ഊരി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ മറ്റേ സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ കോമൺ റെയിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ നോസിലുകൾ, അതായത് ഈ കാണുന്ന 4 സിലിണ്ടറിലേക്ക് 4 നോസിലുകളുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് വരുന്നത്. ഹൈ പ്രഷർ പമ്പൊക്കെ പഴയ ഒരു മെക്കാനിക്കൽ ആ ഒരു ടൈപ്പായിട്ടുള്ള ഹൈ പ്രഷർ പമ്പും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പമ്പ് പ്രഷർ ചെയ്തിട്ടുള്ള, അതായത് ഈ ഒരു പമ്പ് നമുക്ക് ഫ്യൂവൽ ഇതിനകത്തേക്ക് ഈ ഒരു പീസിനകത്തേക്ക്, ഇതൊക്കെ ശരിക്കും ഇത് കോമൺ റെയിലിൽ പകരം യൂസ് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. കാരണം എല്ലാ ഇഞ്ചക്ടറിലേക്കും ഈക്വലായിട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇഞ്ചക്ടറും ഇതിൻ്റെ ഈ കോമൺ റെയിൽ പോലത്തെ ഈ ഒരു സെപ്പറേറ്ററും കാര്യങ്ങളെല്ലാം ഡെൽഫിയുടെ വരുന്നത്. കാരണം ഡെൽഫി നമുക്കറിയാം ഹുണ്ടായിൽ യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഹുണ്ടായിൽ യൂസ് ചെയ്യുന്ന ഒരു ഇഞ്ചക്ടർ അങ്ങനെയുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പമ്പ്, ഹൈ പ്രഷർ പമ്പൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഡെൽഫി എന്നുള്ളത്. ശരിക്കും ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരിക്കലും കംപ്ലയിൻറ്റ് വളരെ കുറഞ്ഞതും. എന്നാൽ നമുക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ റിപ്പയർ ചെയ്യാൻ വലിയ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷേ റിപ്പയർ അങ്ങനെ വരാത്ത ടൈപ്പ് ഐറ്റംസാണ് ഇതിനകത്ത് വരുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെ ഈ വണ്ടിക്ക്, അതായത് ലോഗൻ എന്നുള്ള ഈ ഒരു വണ്ടിക്ക് പെട്ടെന്നൊരു ഡാമേജസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ വരാറില്ല. ഇതൊരു ഇത് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചൊരു ചേഞ്ചസ് ഈ വണ്ടിയുടെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും കുറേ കൂടി എഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ്. കാരണം 2-2.5 ലക്ഷം 3 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഈ സാധനം 3 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ടാക്സിയൊക്കെ ഓടുന്ന മിക്കവരും യൂസ് ചെയ്യുന്ന, ഡെയിലി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി കൃത്യം സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൻ്റെനൻസ് ഇല്ലാണ്ട് ഈ സാധനം ലോങ് ആയിട്ട് യൂസ് ചെയ്യാം. മാത്രമല്ല ഈ മൊത്തത്തിലുള്ള ബോഡി ഹെവി ആയതുകൊണ്ട് ഈ വണ്ടിക്ക് സസ്പെൻഷനിൽ ഒരുപാട് സൗണ്ടുകൾ, ലോവർ ആം, ടയറോഡൻ്റ്, ബോൾ ജോയിൻ്റ് അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ സ്ഥിരമായിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തു നിന്ന് വരാറുണ്ട്. ഹെവി സസ്പെൻഷനാണ്. സസ്പെൻഷനേക്കാളും കംപ്ലയിൻറ്റ് വരുന്നത് ഈ സ്റ്റഡ് മൗണ്ട് ബുഷ് പോലുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഈ വണ്ടീനെ കുറിച്ച് എനിക്കൊരു വലിയൊരു ധാരണ കുറവാണ്. ശരിക്കും ഈ വണ്ടീനെ കുറിച്ച് എനിക്ക് ധാരണ കുറവാണ്. പക്ഷേ ഞാനിത് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പേരുടെ അഭിപ്രായങ്ങളും കൂടി എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വണ്ടി നമ്മൾ വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടും നമുക്കൊരു ഐഡിയ ശരിക്കും ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ കുറേ ഓടിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻജിൻ വൈബ്രേഷൻ കുറവാണ്. കാരണം എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എൻജിൻ പുറത്തേക്ക് ഒരു വൈബ്രേഷൻ ഇല്ല. കാരണം ഇതിൻ്റെ എൻജിൻ മൗണ്ടിങ് കാര്യങ്ങളൊക്കെ നല്ല ഹെവിയാണ്. അതുപോലെ തന്നെ എല്ലാം ഇപ്പോൾ ഫ്യൂവൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ ഭാഗത്തു നിന്ന് ഓയിൽ ലീക്സ്, അതുപോലെ തന്നെ എൻജിൻ്റെ സമ്പിൻ്റെ ഭാഗത്തു നിന്നും ഈ ഹെഡ് കവറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഓയിൽ ലീക്സോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ലീക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കുറച്ച് പണിയാൻ, അതായത് സമ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പാക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് എക്സ്പെൻസ് കുറവായിരിക്കും. പക്ഷേ ഈ ഫ്യൂവൽ പമ്പിൻ്റെ ഭാഗത്തു നിന്ന് ഫ്യൂവൽ ലീക്ക് അങ്ങനെയുള്ള ചെറിയ കംപ്ലയിൻസ്, അതൊക്കെ ശരിക്കും ഡീസൽ വണ്ടിക്ക് ഉണ്ടാകുന്ന കംപ്ലയിൻസ് ആണ്. എന്നിരുന്നാലും അത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടിരിക്കും. ശരിക്കും ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, എൻജിൻ ഡാമേജ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ, നമുക്ക് എൻജിൻ ഓയിൽ ലീക്സ് ഒന്നും ഇല്ലാത്ത വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വെർത്താണ്. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഓടി മുതലാക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ശരിക്കും ഈ വണ്ടി ഇപ്പോൾ 1,50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതിന് ബാക്ക് കംപ്രഷൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു ബാക്ക് കംപ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഈ വണ്ടി നോക്കാൻ പോകുമ്പോൾ മിക്കവരും ബാക്ക് കംപ്രഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ ഈ സ്റ്റിക്ക് ഇത്രയും വരെ പൊക്കി നോക്കും. ഇത്രയും വരെ പൊക്കി നോക്കി കഴിഞ്ഞാൽ ബാക്ക് കംപ്രഷൻ ഉള്ള വണ്ടിയാണെങ്കിലും അറിയാൻ പറ്റില്ല. ശരിക്കും ഇവിടെ ഒരു ബോൾ വരുന്നത് കണ്ടില്ലേ? നമ്മളിത് ഫുള്ളായിട്ട് ഊരി മാറ്റി നല്ല ഒരു
5-6 കിലോമീറ്റർ ഓടി വണ്ടി ഹീറ്റായതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ബാക്ക് കംപ്രഷൻ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മിക്ക ആൾക്കാരും പറഞ്ഞത് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലിഫ്റ്റ് പമ്പ് ഉണ്ടല്ലോ, ഇതൊരു ഹൈ പ്രഷർ നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്തടിക്കുന്ന പമ്പ് പോലെ തന്നെ ഈ ഒരു സാധനത്തിൻ്റെ അവിടെ നിന്ന് ലീക്ക്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഡീസൽ ടാങ്കിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരു വൺ സൈഡ് ഒരു പമ്പ് പോലെയാണ് ഈ സാധനം ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ലീക്കുകൾ, ഇതിൻ്റെ അവൈലബിലിറ്റി, ഈ സാധനത്തിൻ്റെ ലീക്കിങ് കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഇതിൻ്റെ എഞ്ചിൻ സൗണ്ട് നല്ല രസമാണ്. DC എഞ്ചിൻ്റെ സൗണ്ട് പൊതുവെ കേൾക്കാൻ നല്ല രസമാണ്. ആ ഒറിജിനൽ ഡീസൽ എഞ്ചിൻ്റെ ആ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് AC ആണെങ്കിൽ ശരിക്കും 5 സ്റ്റാർ കണ്ടീഷൻ AC ആണ്. പിന്നെ റസ്റ്റിംഗ് ചാൻസസ് ആണ് ഈ വണ്ടിക്ക് കൂടുതൽ വരുന്നത്. അതായത് ഈ വണ്ടിയുടെ ബോഡിയിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞില്ല, എല്ലാ ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഹെവിയാണ് ബോഡി. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ റസ്റ്റിങ്ങിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ളത് ഓവർ ഹീറ്റിംഗ് കംപ്ലയിൻസ് സ്ഥിരമായിട്ടല്ല, ശ്രദ്ധിക്കാണ്ട് ഓടിച്ചിട്ടുള്ള വണ്ടികൾ, ഒരു 1.25 ലക്ഷം കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികൾക്ക്, പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാത്ത വണ്ടികൾക്ക് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുന്ന, ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നിങ്ങളിങ്ങനെ ഈ ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വെർത്തായിട്ടുള്ള വണ്ടിയായിരിക്കും. റസ്റ്റിംഗ് ചാൻസസ് ഒരുപാടായതുകൊണ്ട് എല്ലാ കോർണറും അണ്ടർ ബോഡിയും എല്ലാ എഡ്ജുകളും റീപ്ലേസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് റസ്റ്റിംഗ് ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അപ്പോൾ അത്തരത്തിൽ ബോഡിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് വണ്ടിയുടെ ഈ ഒരു സൗണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് കിട്ടുകയാണെങ്കിൽ തന്നെ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലീക്കിങ് കാര്യങ്ങളൊന്നുമില്ല, ബാക്ക് കംപ്രഷൻ ഇല്ല. പിന്നെ ജസ്റ്റ് നമുക്ക് ഓയിൽ ക്യാപ്പ് ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കുമ്പോഴേ ഈ ഓയിൽ ക്യാപ്പ് തുറന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള മെക്കാനിക്കൽ പാർട്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയ തോതിൽ ഓയിൽ പുറത്തേക്ക് തെറിക്കും. അത് നോർമലി ഉള്ളതാണ്. പക്ഷേ ഓവറായിട്ട് എൻജിൻ ഡാമേജസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എക്സസ് ആയിട്ട് കുറച്ച് സ്മോക്ക് പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ടും പെർഫെക്ഷനും ബാക്ക് കംപ്രഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വണ്ടി കുറച്ച് റേസ് ചെയ്ത് നോക്കാം, ഓടിച്ച് നോക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. ഇതിന് ടർബോ EGR പോലുള്ള ഐറ്റംസ് ഒന്നും പെട്ടെന്ന് ഡാമേജസ് വരാറില്ല. ടർബോ നല്ല ഹെവി ടർബോ ആണ്. അതുപോലെ തന്നെ സഡനായിട്ടൊരു പിക്കപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. വണ്ടി ഒന്ന് മൂവ് ആയി കഴിഞ്ഞാൽ ഒരു ഫ്ലോയിലുള്ള മൂവിങ്ങാണ് വണ്ടിക്ക് കിട്ടുള്ളൂ. അത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും ചെയ്യും. നല്ല മൈലേജ്, ഐഡിയൽ മൈലേജ് നമുക്ക് എപ്പോഴും കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിലും എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒരു വണ്ടിയാണത്. ബോഡി പാർട്സും ഇൻറ്റീരിയർ നമുക്ക് കാണാം. വണ്ടിയുടെ റീപ്ലേസും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഈ പേസ്റ്റുകൾ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഡേറ്റ് പഞ്ചിങ് എല്ലാ ഗ്ലാസ്സിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ഈ ഒരു ബോഡിയുടെ ഫിനിഷിങ്, മൊത്തത്തിൽ ഡോറിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നമ്മൾ നോക്കാം. ശരിക്കും ഇപ്പോൾ ടെസ്റ്റും ടാക്സൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ ആൾക്കാർ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ ഇപ്പോൾ ഒരു വണ്ടിയും സ്ക്രാപ്പ് ചെയ്യുന്നില്ല, എല്ലാ വണ്ടിയും ഈ ടെസ്റ്റ് കിട്ടും. അത്രയ്ക്ക് ടെസ്റ്റ് കിട്ടാത്ത വണ്ടികൾ, ദാരിദ്ര്യം പിടിച്ച വണ്ടികൾ മാത്രമേ പൊളിക്കുള്ളൂ എന്നുള്ള നിയമമൊക്കെ മാറി വന്നു. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണം. 2007 വണ്ടിയാണെങ്കിലും ഈ വണ്ടി ടെസ്റ്റ് കിട്ടും. അപ്പോൾ മാത്രമല്ല, ഈ ടെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല ഫിനിഷിംഗ് അത്യാവശ്യം വേണം. അപ്പോൾ എപ്പോഴും മോഡൽ പറഞ്ഞ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഫിനിഷിംഗ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഡോറൊക്കെ അത്യാവശ്യം നല്ല ഹെവി ആട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി ഡോറാണ്. അതല്ല അടയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം അടയ്ക്കുന്നുണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊരു ബിൽഡ് ക്വാളിറ്റിയാണെന്ന് അറിയോ. വണ്ടി ബിൽഡ് ക്വാളിറ്റി കൊണ്ട് അങ്ങനെ അർമാർജിച്ചേക്കാണ് വണ്ടി. അതുപോലെ തന്നെ ബാക്ക് ഡോറ് കാര്യങ്ങളും, ബാക്ക് സീറ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് നന്നായിട്ട് ഞാൻ ബാക്കിലേക്ക് നീക്കിയിട്ടിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നുണ്ടല്ലേ എന്ത് കംഫർട്ടാണ് ശരിക്കും ബാക്ക് സീറ്റിലിരിക്കാനായി. ഈ വണ്ടിക്ക് ഇത്ര കംഫർട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ എന്തുകൊണ്ട് ഈ വണ്ടി നേരത്തെ ഓടിച്ചില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടായില്ല. എല്ലാ വണ്ടി ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഈ വണ്ടി ശരിക്കും മൈൻഡ് ചെയ്യാത്ത വണ്ടിയാണ്. ഇത് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നത്. അതായത് ഡോറും കാര്യങ്ങളും ബാക്കിലിരിക്കാനുള്ള സൗകര്യവും ഈ കുഷ്യനൊക്കെ നല്ല ഹെവി ഫോമാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടിലാണ് നമ്മളെ സീറ്റിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരു 3-4 ആൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാം. 4 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഈ സാധനത്തിനകത്ത് ഇരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി, ഈ അണ്ടർ ബോഡി നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം, സസ്പെൻഷൻ നല്ല ഹെവി സസ്പെൻഷനാണ്, അങ്ങനെ കംപ്ലൈൻറ്റ് സസ്പെൻഷനൊന്നുമല്ല. അണ്ടർ ബോഡി ഇതിന് ഈ വണ്ടിയെ സംബന്ധിച്ച് അണ്ടർ ബോഡി ഒന്നും യാതൊരുവിധ റസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ഭയങ്കര ബൂട്ട് സ്പേസ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരാൾക്ക് കയറി കിടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ബാക്കിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് വന്നാലും താങ്ങാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബമ്പറും ബാക്ക് ഈ ബമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ഇത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇതിൻ്റെ അടിയിൽ തൊട്ട് താഴെ വരെ ചേസസ് നിൽക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഒരു വണ്ടി, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വണ്ടികൾ ഒരെണ്ണം ബാക്കിൽ നിന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഇളങ്ങി പോവുള്ളൂ. അത്രയ്ക്ക് ബോഡി വെയിറ്റ് ബാക്ക് സൈഡിൽ നിന്നുണ്ട്. അതുപോലെ റസ്റ്റിങ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇതിലിപ്പോൾ 1,53,876 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം കമ്പനി സർവീസ് ഇത്രയും വരെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഷുവറായിട്ട് പറയാൻ പറ്റുന്നില്ല.
പക്ഷേ ഇതിൻ്റെ എക്സ്റ്റീരിയർ ബോഡി എങ്ങനെ ഉണ്ടായിരുന്നോ അത്രയും സ്ട്രോങ് തന്നെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ഫൈബർ പീസുകൾക്ക് എല്ലാത്തിനും ഉണ്ട്. കാരണം ആ ഒരു ആ വണ്ടി അതിൻ്റെ ഒരു രസം കണ്ടില്ല. കാരണം സ്റ്റിയറിംഗ് ആണെങ്കിൽ നല്ല ഹെവി സ്റ്റിയറിംഗ് ആട്ടോ. ഇത്രയും വലിയ ഒരു വെയിറ്റുള്ള വണ്ടിയാണ്. നമ്മൾ അത്യാവശ്യം നല്ല ഗട്ടറുള്ള റോഡിലാണ് ഓടിച്ചത്. ബട്ട് ഇത് സ്റ്റിയറിംഗ് തിരിക്കാനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഞാനിപ്പോൾ ബ്രസ കണ്ടിന്യൂസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിക്കുമ്പോൾ ഒരു ഇറഗുലാരിറ്റി ഉണ്ട് വണ്ടിക്ക്. അതൊരു റെഗുലറായിട്ട് ഒരു ഫ്ലോ അതിനില്ല. ശരിക്കും ഇത് എല്ലാ റൗണ്ടിലും കറക്റ്റ് ഒരേ ഫ്ലോയിലാണ് ഈ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ AC കിഡിലെ തണുപ്പുള്ള AC ആണ്. പിന്നെ ഈ ഒരു ക്ലസ്റ്ററൊക്കെ കണ്ടില്ലേ, ഒരു ക്ലാസിക് ലുക്കിലാണ് വണ്ടിയുള്ളത്. ശരിക്കും ഈ വണ്ടി ലോക്കൽ യൂസിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ലോങ് യൂസിന് ഡെയിലി ഒരു 50-60 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ ഇരുന്ന് വിശാലമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറിയാലും പേടിക്കാനൊന്നുമില്ല, ഒന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ ഗ്യാരണ്ടിയാണ്. പിന്നെ നല്ല കട്ടറുള്ള റോഡിൽ ഓടിക്കുന്നത്, ഉള്ളിലേക്ക് ഒരനക്കം വണ്ടിക്കില്ല. കാരണം നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി ഓടി വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.